പൊക്കോ. എനിക്കിത്തിരി തേൻ തരോ? എന്നാ വേണ്ട, കൊണ്ട കൊടുത്ത് കാശ് മേടിച്ചോ. അങ്ങനെ പോവല്ലേ പെണ്ണെ, ഇന്ന് കൊറേ തേൻ കിട്ടിയ ദിവസമാണ്. കുടിച്ചോ. ഞാനും കുറച്ച് തേൻ കുടിച്ചോട്ടെ. കയ്യിൽ തന്നെ ഇരിക്കണേ, എടുത്ത് കുടിച്ചോ. എനിക്ക് വേണ്ടതേ ഈ തേനാ. എന്താ നാണിച്ചോടിയത്? പിന്നെ വേണ്ടാതേനും പറഞ്ഞ മനുഷ്യൻ നാണിക്കില്ലേ? ഞാൻ ഒരു കാര്യം പറയാതിരിക്കായിരുന്നു. എന്ത് കാര്യം? നമുക്കൊരുമിച്ചൊരു സിനിമ കാണാൻ പോവാം. അതിന് പട്ടണത്തിൽ പോണ്ടേ? ഏയ്, പട്ടണത്തിലൊന്നും പോകണ്ട. ഇവിടെ 6 നാഴിക നടന്നാ മതി. 30 കിലോമീറ്റർ. അവിടെ ഒരു സിനിമ കോട്ടയുണ്ട്. ഞാൻ ചന്ത പോയപ്പോ കണ്ടതല്ലേ. സിനിമയാ? ആ, പറഞ്ഞാ നിനക്ക് വിശ്വസിക്കാൻ പറ്റൂല. അത്രയ്ക്ക് രസമല്ലേ തൂമ്പോലാർച്ച. അതിലാരോ മച്ചോവനായിട്ട് പ്രേമൻ നസീറിന്റെ ഒരു ലവ് സീനുണ്ട്. കോഴിത്തരിച്ചു പോവും. അത്രയ്ക്ക് രസാ? പിന്നല്ലാണ്ട്. ഇതെന്താ? ഇതാരോ മച്ചോവന്റെ വാളല്ലേ? കണ്ടോ? മണ്ടിപ്പെണ്ണെ, തൂമ്പോലാർച്ച, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിനക്ക് ഈ ആരോ മച്ചോവനില്ല. കളരി പമ്പര ദൈവങ്ങളാണ്. ഈ തൂമ്പോലാർച്ചയാണ് സത്യം. ഇന്നൊക്കെ 41 നാൾ നിന്റെ കെട്ടിൽ ഞാൻ താലി കെട്ടും. സത്യം, അസത്യം, അസത്യം. ഗുരുവായൂരപ്പ, ഇനി നടക്കണോ? ശബരിമല കയറുന്ന ഇതിലും എളുപ്പമാണല്ലോ. 4-5 മണിക്കൂർ ജീപ്പിലിരുന്ന് മനുഷ്യന്റെ നടുവൊടിഞ്ഞ് കടുവയുടെ മക്കൾക്ക് വന്ന് താമസിക്കാൻ കണ്ട ഒരു സ്ഥലം. എടോ രായപ്പ, താൻ തരുന്ന കാശിന് കാട് കയറുന്നത് മുതലാവൂല. കാശ് എത്ര വേണേലും തരാം. അവന്മാർ അടിച്ചൊതുക്കണം. കാടിനടിയാ സാറന്മാരെ അവന്മാർ അടിച്ചത്. ഇപ്പൊ ശ്വാസം പോലും പോകുന്ന വേറെ വഴിയാ അല്ലേ ആശാനെ? എന്താ കറക്റ്റാ? എല്ലാം ശരിയാക്കി തരാം. പാടോ. കഞ്ഞുകുടി പറിച്ചിട്ട് അരിയിട്ട് കഞ്ഞി വെച്ച് മോന്തല്ല കാട്ടുകളോ. എത്ര നാള് കൂടിയിട്ടാ ഞങ്ങൾ ഇച്ചിരി കഞ്ഞിവെള്ളം മോന്തനെ. മിണ്ടിപ്പോരുത്. കുടിലിനകത്തിട്ട് ചുട്ടിയടിച്ച് കൊന്നുകളെ ഞാൻ. ഒറ്റ എണ്ണത്തിലിടരുത്. ശിവനും ചന്ദ്രു അങ്ങനെ രണ്ടാളും ഇവിടെ ഉണ്ടാ കറമ്പ ഉണ്ടെങ്കിലും പറയല്ലേ ആണ്ട്. സാറേ, ഒളിച്ചോ നിക്കണോ? ആപ്പട്ട നിക്കാനാ പറഞ്ഞേ. എന്താണ് നിന്റെ പേര്? ചന്ദ്രു. നായിന്റെ മോനെ, കളിച്ച് കളിച്ച് കളി സർക്കാരിന്റെ നെഞ്ചത്തായോളാ. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ വണ്ടി കളഞ്ഞ് തല്ലാനും സർക്കാരിന്റെ അരി കൊള്ളയടിക്കാനും നീ ആരാ? നക്സലേറ്റോ? പറയാ കഴിവേറോ മോനെ. അത് ഞങ്ങളുടെ അരി തന്നെയാണ് ഏമാനെ. ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നെ അരി മുഴുവനും ഇയാളാണ് കണ്ടെടുക്കുന്നത്. നുണയാ സാറേ. എന്റെ ഈ ആശാനുണ്ടല്ലോ, നേരെ അനിയനാ. കഴുത്തറുത്തിട്ടാലും കള്ളവേ പറയൂ. സത്യമാണ് സാർ. ഈ കാട്ടുകള്ളന്മാർക്ക് വേണ്ടി സർക്കാരിന്റെ കാല് പിടിച്ചാണ് സാർ ഞാൻ സൗജന്യ റേഷൻ ഉണ്ടാക്കുന്നത്. ഓട്ടിച്ച് അരി മുഴുവൻ എടുത്തോണ്ട് വാടാ. അതിനെ എടുക്കാൻ പറ്റില്ല. എന്താടാ കാര്യം? അത് നീ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ കാര്യം? അത് ഏമാൻ അത് ഈ 2 കള്ളന്മാരെ വിലങ്ങാൻ വെക്കും. എന്നിട്ട് ഞങ്ങളുടെ ബാക്കിയുള്ളവരും കൂടി മേടിച്ചതാ. ധിക്കാരം കേട്ടോ സാർ, ധിക്കാരം. കാശ് എത്ര മേടിക്കുന്നതാ സാർ? നോക്ക് സാർ, 500 തോമസേ, ഇമാരെ തൂക്കി ചീറ്റിക്കട്ടെ.
ഞങ്ങളത് ചെയ്യില്ല. ചന്ദ്രു എന്തിനാണ് ഇവനാണ് സാറേ കാട്ടിലെ നേതാവ് ശിവൻ. ഇവൻ ഇടിച്ചെടിയാ സാറേ എന്റെ കിട്ടി കലക്കിയത്. കള്ള റാസ്കൾ വട്ടാപ്പാല് പിടിച്ചു പറയും മോഷണം അല്ലാടാ പണി. പാവപ്പെട്ടവരെ പിടിച്ചു പരിജീവിക്കണ ഇവന്മാരെയാണ് ഇവൻ ആദ്യം തല്ലേണ്ടത്. എന്ത് പറഞ്ഞാണെന്ന് അറിയും. കണ്ടോ സാറേ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലി അടിച്ചവരുടെ കൈ കയറി തല്ലി ഓടിക്കും സാറേ. ഇവരുടെ മോനെ എന്താടോ ഇവിടെ മൂന്നാം ലോക മഹായുദ്ധം? സർ, ക്രിമിനലുകളുടെ കോളനി ഇത്. സിവിൽ സപ്ലൈസിന്റെ വണ്ടി ഇറങ്ങി നിർത്തി അരി തട്ടിയെടുത്തോമാരാ ഇവര്. ജില്ലാ കളക്ടർ ബന്ദിയാക്കിയവരുടെ ഗ്രൂപ്പിൽപ്പെടുന്നവരാ സാർ. ഓഹോ, ഇത്രയും വലിയ ക്രിമിനൽസിനെ പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലോ. ഈ കാട് കയറി ഒരുപാട് ബുദ്ധിമുട്ടി സർ. പിന്നെ രാജപ്പൻ ഉണ്ടായിരുന്നോണ്ട് സ്ഥലം കണ്ടുപിടിച്ചു. ഓ, ഇയാളാണോ കങ്കാണി രാജപ്പൻ? അയ്യോ, സാറിന് പോലും എന്റെ പേരറിയാം. എന്റെ നേതൃത്വത്തിലാണ് സാർ റൈഡൊക്കെ നടന്നത്. ഞാൻ പൊന്നപ്പൻ, ആസാന്റെ ശിഷ്യനാണ്. സാറിന് എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ഈ കാട്ടിൽ ഒപ്പിച്ചുതരാം. താങ്ക് യു മിസ്റ്റർ രാജപ്പൻ. അയ്യോ, കഴിവറ മോനെ, പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വാരി നീ പണക്കാരനാവാൻ നോക്കുവല്ലേ? നിന്റെ പിച്ചക്കാശും മേടിച്ചോണ്ട് എന്ത് തന്തയില്ലായ്ക്കും കൂട്ടു നിൽക്കാൻ കുറെ പോലീസ് സേമാന്മാരെ കിട്ടിയിട്ടുണ്ടല്ലോ കങ്കാണി രാജപ്പന്. കൂട്ടിക്കൊടുത്തും കാല് പിടിച്ചും നീ നടത്തുന്ന കള്ളക്കളി ബാക്കി ആരും അറിയില്ലെന്ന് കരുതിയല്ലേ? അയ്യോ സാറേ, ഞാനങ്ങനെയുള്ള ആളല്ല. ഞാൻ ഡീസന്റാ. അതെ, ഡീസന്റ് രാജപ്പനെ വിളിക്കാറുണ്ട്. അവന്റെ അമ്മയുടെ ഡീസൻ അങ്ങോട്ട് മാറിക്കടാ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വണ്ടിയാണോ അതോ നീ മോട്ടിച്ച് പൊള്ളാച്ചിക്കൊണ്ടേ അരിലോറിയാണോ ഇവര് തടഞ്ഞത്? അറിയോ, മോഷ്ടിച്ചോ? ആര്? ഞാനാ സാറാ? അയ്യോ, സാറിന് അറിയാൻ പാടത്തോടല്ലേ ഈ ആശല്ലേ ഹരിചന്ദ്രൻ. അയ്യോ, റാസ്കൽ, നീ മോട്ടിച്ച് കടത്തിയ അരിലോറിയല്ലേ ഇവര് പിടിച്ചത്? അയ്യോ, സത്യമായിട്ടും ഞാൻ മോഷ്ടിച്ച ലോറിയാണ് സാർ. കേട്ടല്ലോ ഏമാമാരുടെ കേസ് അന്വേഷണത്തിന്റെ സത്യം. നിന്നെയൊക്കെ പോലെ അനീതിക്ക് കൂട്ടു നിൽക്കുന്ന പോലീസുകാരെയാണ് ആദ്യം കയ്യാമം വെച്ച് തുറുങ്കിലടക്കേണ്ടത്. എവിടെ തന്റെ സർക്കിൾ അദ്ദേഹം? വേണ്ട മോനെ, വേണ്ട. മോനെ, മോനെ, വേണ്ട മോനെ, വേണ്ട. ഞങ്ങള് പാവങ്ങള് ഒന്നും ചെയ്യരുതേ മോനെ. ഒന്നും ചെയ്യത്തില്ലടി പെണ്ണെ, ഒരു ഉമ്മ തരാൻ പോവല്ലേ. വേണ്ട മോനെ.